നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആദ്യം പട്ടിക പുറത്തിറക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സ്ഥാനാർത്ഥികളുടെയൊക്കെ. പക്ഷേ ഒന്നും ഉണ്ടായില്ല. LDF വളരെ കൃത്യമായിട്ട് പട്ടിക പുറത്തിറക്കി അവരുടെ റോഡ് ഷോയും ആരംഭിച്ചു. ഇവിടെ ജി സുധാകരന് വേണ്ടിയിട്ട് കോൺഗ്രസ് വലിയ താല്പര്യം കാണിക്കുന്നു. അവിടെ സ്ഥാനാർത്ഥിയെ പോലും നിർത്തുന്നില്ല. കണ്ണൂരിലാണെങ്കിൽ കെ സുധാകരനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് തട്ടാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ മത്സരിക്കുന്നു. ഒരുപക്ഷെ അവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പോലും നിർത്തില്ലായിരുന്നു. ഈ പറയുന്ന രശ്മി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി കൊട്ടാരക്കരയിൽ കഴിഞ്ഞ തവണ മത്സരിച്ചു. ഇത്തവണ അവരെക്കാൾ കൂടുതൽ പരിഗണന ഐഷ പോറ്റിക്ക് നൽകുന്നു. 3 തവണ അവിടെ MLA ആയ ആളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കാണുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നാഥനില്ലാത്ത കളരിയാണെന്ന് പൊതുജനങ്ങൾ ചിന്തിക്കും. പത്രങ്ങൾ നോക്കിയാലും അല്ലെങ്കിൽ റോഡിലെ ഫ്ലക്സ് ബോർഡുകൾ നോക്കിയാലും പിണറായി വിജയൻ്റെ LDFൻ്റെയും വികസന നേട്ടങ്ങളുടെ ചിത്രമാണ്. BJPക്കും കൃത്യമായിട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു മുന്നേറ്റത്തിൻ്റെ ഘടകം? അല്ല, ഇതൊക്കെ ഒരു താൽക്കാലിക സംഭവങ്ങളാണ്. ഒരു 3-4 ദിവസം കഴിയുമ്പോൾ എല്ലാവരുടെയും സ്ഥാനാർത്ഥിയൊക്കെ സെറ്റിലാവും. ആയേ പറ്റുള്ളൂ. തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ന് പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ. അതെ. അതുവരെ ചില്ലറ ബഹളങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും. ചില്ലറയോ മൊത്തമായിട്ടോ ഒക്കെയുള്ള ബഹളങ്ങൾ നടക്കും. അത് ഒരു അഡ്വാൻറ്റേജോ ഡിസഡ്വാൻറ്റേജോ ആയിട്ട് ഒരു പാർട്ടിക്കും അത് സംഭവിക്കാൻ പോകില്ല. നേരത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളത് കൊണ്ട് എന്നാൽ പിന്നെ ഇയാൾക്ക് വോട്ട് ചെയ്യാം എന്നൊന്നും ആരും കരുതുന്നില്ല. തമ്മിലടിച്ചു അതുകൊണ്ട് ഇവർക്ക് വോട്ടില്ല എന്നും ജനങ്ങൾ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു ഫാക്ടറല്ല. ഇങ്ങനത്തെ ഇപ്പോൾ കെ സുധാകരൻ അത്രയ്ക്ക് ടഫ് സ്റ്റാൻഡ് എടുക്കേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്നാണ് ഉത്തരം. അദ്ദേഹം MP ആണ്. MLA സ്ഥാനത്തിന് വേണ്ടി അത്ര വലിയ ഒരു ബലം പിടിക്കണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ന്യായങ്ങളുണ്ട്. ഈ UDF അധികാരത്തിൽ വന്നാൽ ആരാണ് മുഖ്യമന്ത്രി? കെ സുധാകരൻ ജയിച്ചു വരികയാണെങ്കിൽ കെ സുധാകരൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ്. ഒരു പരിഗണിക്കണമെന്നുള്ള സ്ഥിതി വരും. ഇതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ ഞാനിതിനു മുമ്പ് സിനിജിയോട് ഇതിപ്പോൾ 3-ാമത്തെ തവണയോ മറ്റാണ് പറയുന്നത്. കോൺഗ്രസ്സിൽ R ശങ്കറിന് ശേഷം ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. കെ സുധാകരൻ ഈഴവനാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. തീയനാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നു. ഞാനത് സുധാകരനെ വെച്ചല്ല പറയുന്നത്. ഈ ഒരു ഈഴവൻ മുഖ്യമന്ത്രി ആയിട്ടില്ല. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ ഒരു ഈഴവൻ മുഖ്യമന്ത്രി ആവണം. ഈഴവൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ തന്നെ ഒരു ഹിന്ദു മുഖ്യമന്ത്രി ആവണം. കരുണാകരന് ശേഷം കോൺഗ്രസ്സിൽ ഹിന്ദു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ? ഉമ്മൻചാണ്ടി, ആൻ്റണി ഇവരൊക്കെയാണ്. അതെ. ഇപ്പം ഹിന്ദു മുഖ്യമന്ത്രി തന്നെ ഉണ്ടായിട്ടില്ല. അതിൽ തന്നെ ഈഴവനുണ്ടായിട്ടില്ല. ഈ ഇക്വേഷൻസൊക്കെ നിലനിൽക്കും. ആർഗ്യുമെൻറ്റ്സ് വരും അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ, തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ. അപ്പോൾ അതിൽ ശക്തനായ ഒരു കണ്ടൻറ്ററായിട്ട് കെ സുധാകരൻ വരും. അതാണ് സുധാകരൻ എയിം ചെയ്യുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിയുള്ളവരൊന്നും ഇപ്പോൾ പിക്ചറിലില്ല. ഈ ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി കെ സുധാകരനെയും അടൂർ പ്രകാശിനെയും അവരെ മത്സരിപ്പിക്കണം എന്നുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ 2 പേരെ സെലക്ട് ചെയ്തു? അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം സുധാകരന് അനുകൂലമായ അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള സുധാകരൻ്റെ അങ്ങനെ ഒരു മോഹം സുധാകരനുണ്ടായിരുന്നില്ല കേട്ടോ. ഈ സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം കൊള്ളാമില്ല, എനിക്ക് എൻ്റെ പേര് മുന്നോട്ട് വെച്ചാൽ എന്താ. വാർദ്ധക്യ സഹജമായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. എന്നാൽ മേജർ ആരോഗ്യ പ്രശ്നങ്ങളില്ല താൻ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം ഈ വാശി പിടിക്കുന്നത്. അത് കോൺഗ്രസ് വഴങ്ങും എന്ന് ഞാൻ കരുതുന്നില്ല. കോൺഗ്രസ് അതിന് വഴങ്ങില്ല. കാരണം കോൺഗ്രസ് നേതൃത്വത്തിന് ഇതിൻ്റെ ഡേഞ്ചർ അറിയാം. നാളെ ഉണ്ടാകാൻ പോകുന്ന കലഹവും പൊട്ടിത്തെറിയൊക്കെ അവർക്കറിയാം. ഇനി അമ്പലപ്പുഴയിലെ സുധാകരൻ വല്ലാത്ത വെട്ടിലാണ്. അമ്പലപ്പുഴ ആലപ്പുഴ ജില്ല പൊതുവെ ഹിന്ദു ഭൂരിപക്ഷമുള്ള ജില്ലയാണ്. അത് മുസ്ലിംസ് കീഴടക്കി വരുന്നു ഓരോ നിയോജകമണ്ഡലം ആയിട്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അമ്പലപ്പുഴ.
അമ്പലപ്പുഴയിലെ പാർട്ടി SDP കീഴടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് കുട്ടനാട്ടിലെ 21 നേതാക്കൾ നോട്ടീസ് അടിച്ച് പുറത്തുപോയി. പാർട്ടി പരസ്യമായിട്ട്. പാർട്ടി മുസ്ലിങ്ങളുടെ കയ്യിലാണ്. അതാണ് ഈ നാസർ, സലാം ഇതൊക്കെ. അപ്പം ഇത് ആദ്യമൊക്കെ സുധാകരൻ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, സ്വന്തം കാര്യം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഡേഞ്ചറായിട്ട് സുധാകരനെ തന്നെ വിഴുങ്ങി സുധാകരൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ സുധാകരൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം, മുസ്ലിം ഭൂരിപക്ഷമുള്ള 77 ബൂത്തുകളുണ്ട്, അതിൽ 72 എനിക്കാണ് കൂടുതൽ വോട്ട് കിട്ടാറുള്ളത് എന്ന് പറയും. പക്ഷെ അത് ക്ലിക്കാവില്ല എന്ന് മനസ്സിലായിട്ട് ഇന്നിപ്പോൾ പോയി വെള്ളാപ്പള്ളിയെയും താമസിയാതെ സുകുമാരൻ നായരെയും കാണും. വലിയ വിപ്ലവകാരിയാണ് സുധാകരൻ. ജാതി സംഘടനകളെ വകവയ്ക്കാത്തവനാണ്, മതസംഘടനകളെയും വകവയ്ക്കാത്തവനാണ്. പക്ഷേ വെള്ളാപ്പള്ളിയെ ചെന്ന് കാണും, സുകുമാരൻ നായരെയും ചെന്ന് കാണും. ഹിന്ദു വോട്ടിന് വേണ്ടിയിട്ട് സുധാകരൻ ശ്രമിക്കുന്നു. ബട്ട് ഹിന്ദു വോട്ട് സുധാകരന് കിട്ടിയാൽ സുധാകരൻ ജയിക്കും. പക്ഷേ ഹിന്ദു വോട്ട് കിട്ടില്ല. ഹിന്ദു വോട്ട് ഭാഗികമായിട്ട് CPMൽ തന്നെ നിൽക്കും. CPMൻ്റെ അണികളിൽ മതത്തിനപ്പുറത്ത് പാർട്ടി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്നവരുണ്ടല്ല, അവരുടെ വോട്ട് സലാമിന് പോകും. കോൺഗ്രസ്സിലെ മുസ്ലിങ്ങളുടെ വോട്ട് സലാമിന് പോകും. കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥിയില്ല, സുധാകരനെ പിന്തുണയ്ക്കുകയല്ലേ. അപ്പം മനസാക്ഷി കുത്തില്ലാതെ സലാമിന് വോട്ട് ചെയ്യാൻ കോൺഗ്രസ്സിലെ മുസ്ലിങ്ങൾക്ക് സാധിക്കും. കോൺഗ്രസ്സിലെ ഹിന്ദുക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പിണങ്ങിയ ഹിന്ദുക്കളും ചേർന്ന് വേണം സുധാകരനെ ജയിപ്പിക്കാൻ. അങ്ങനെ സുധാകരൻ ജയിക്കാൻ പ്രയാസമാണ്. അതാണ് സുധാകരൻ്റെ അവസ്ഥ. ഈ ഹിന്ദുക്കളെല്ലാം ഒന്നിക്കണം, ഈ മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നിക്കുന്ന പോലെ വേണം എന്നൊക്കെ എപ്പോഴും ആവശ്യപ്പെടുന്ന വെള്ളാപ്പള്ളി നടേശനാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ശിവഗിരി മഠം ഇത്തരമൊരു ആവശ്യവുമായിട്ട് മുന്നോട്ട് വരുന്നു. അതായത് NSS പോലെ മറ്റ് സാമുദായിക സംഘടന പോലെ ഇനി ശിവഗിരി മഠവും ഇത്തരം കാര്യങ്ങളിലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ BJPയും ആ കാര്യങ്ങൾ ഗൗരവമായി നോക്കേണ്ടതല്ലേ? അല്ല, BJP നേരത്തെ മുതൽ ഗൗരവമായിട്ട് ഇത് നോക്കുന്നുണ്ട്. BJP ഇത്തവണ അമ്പലപ്പുഴയിൽ സുധാകരന് കിട്ടാനുള്ള വോട്ടിൽ കുറവ് സംഭവിക്കും. BJP പിടിക്കുന്ന ഓരോ വോട്ടും സുധാകരൻ്റെ വോട്ടിൽ നിന്ന് കുറയും. അതാണ് സുധാകരൻ തോൽക്കാനാണ് സാധ്യത എന്ന് ഞാൻ പറയാൻ കാര്യം അതാണ്. ഹിന്ദു വോട്ട് നല്ലൊരു ശതമാനം BJP കൊണ്ടുപോകും. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിയുമ്പോൾ സുധാകരൻ തോറ്റുപോകും. അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ തന്നെ സ്ഥാനാർത്ഥികളെ വളരെ മുമ്പ് പ്രഖ്യാപിച്ച് CPI, പിന്നീട് പുറകെ CPM. അപ്പോൾ അന്ന് രാത്രി തന്നെ റോഡ് ഷോകൾ ആരംഭിച്ചു. ഇന്ന് രാവിലെ നോക്കുമ്പോൾ റോഡിലെല്ലാം തന്നെ ഫ്ലക്സ് ബോർഡുകൾ നിരന്നു കഴിഞ്ഞു പിണറായി വിജയൻ്റെ ചിത്രം വെച്ച്. അപ്പോൾ സാധാരണ രീതിയിൽ ജനങ്ങൾ ചിന്തിക്കില്ലേ, പിണറായി വിജയനാണ് നല്ല നേതാവ്, അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സുകാർ തമ്മിലടിയാണ്. അപ്പോൾ വീണ്ടും LDF സർക്കാർ തന്നെ അധികാരത്തിലേക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. ഇല്ല, തമ്മിലടിച്ചു എന്നുള്ളത് കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യാതൊന്നും ഇരിക്കില്ല. തമ്മിലടിയൊന്നും ജനങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഒരു സിംഗിൾ പോപ്പുലർ സ്ട്രോങ് നേതാവ് അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ കോൺഗ്രസ്സിനില്ല. ആ സാധനമാണ് പിണറായി വിജയന് അനുകൂലമായിട്ട് ഒരു ഫാക്ടറായിട്ട് മാറുന്നത്. അല്ലാതെ തമ്മിലടിച്ചു എന്നുള്ളതൊന്നുമല്ല. തമ്മിലടിയൊക്കെ പണ്ട് കരുണാകരൻ ആൻ്റണിയുടെ കാലത്ത് മുതലുള്ളതല്ലേ തമ്മിലടി ഇപ്പോഴെല്ലാം സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ കോൺഗ്രസ്സിൽ തമ്മിലടിയുണ്ട്. അപ്പോൾ അത് വലിയ വിഷയമല്ല. പക്ഷേ ഈ ഒരു സ്ട്രോങ് ലീഡർഷിപ്പ്, ആരാ നിങ്ങളുടെ മുഖ്യമന്ത്രി? കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യൻ ലോക്സഭാ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പുകളും എല്ലാം നടത്തുന്നത് ഈ പേഴ്സണാലിറ്റി ബേസ്ഡ് ആയിട്ടാണ്. ഒരു സംസ്ഥാനത്തിനൊരു മുഖ്യമന്ത്രിയെ ഉയർത്തി കാണിക്കുന്നു, അയാൾ വേണോ വേണ്ടെന്നാണ് തീരുമാനം. ബാക്കി അയാളുടെ കൂടെ ആരുണ്ടാവും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അങ്ങനെയാണ് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ്, ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ, ഇവരൊക്കെ അധികാരത്തിൽ വരാൻ കാരണം ഈ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിച്ചുകൊണ്ടാണ്. ഇവിടെയും അതുണ്ട്. തമിഴ്നാട്ടിലിപ്പോൾ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സ്റ്റാലിൻ. ഇപ്പോൾ അങ്ങനെ കേരളത്തിൽ കോൺഗ്രസ്സിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല, CPMനുണ്ട്. അത് അവരുടെ അഡ്വാൻറ്റേജ് ആയിട്ട് വരും. ഈ
ഈ പിണറായി വിജയൻ കഴിഞ്ഞ തവണ 75 വയസ്സിന് മാനദണ്ഡം വെച്ചിട്ട് 2 തവണ മത്സരിച്ചവരെ മാറ്റി നിർത്തി. ഇത്തവണ AN ഷംസീറിന് മാറ്റി കാരായി രാജൻ അവിടെ വരുന്നു. പക്ഷേ പ്രതിഭ മത്സരിക്കുന്നു, അതുപോലെ തന്നെ അരുൺകുമാർ മത്സരിക്കും. അങ്ങനെ 2 ടേമൊന്നും ബാധകമല്ലാതെ വി ശിവൻകുട്ടി മന്ത്രി, അങ്ങനെ കുറേ പേര് മത്സരിക്കുന്നു. അപ്പോൾ ഈ CPM-നകത്തും ഈ പറയുന്ന ജനകീയത എന്നതിനപ്പുറത്തേക്ക് വിജയം നേടാൻ അല്ലെങ്കിൽ ഭരണം നേടാൻ വേണ്ടി കുറച്ച് കള്ളക്കളികൾ നടത്തുന്നുണ്ടോ? കള്ളക്കളിയല്ല, അത് ഇത്തരം റൂളൊക്കെ ഉണ്ടാക്കുന്നത് ചില പ്രത്യേക ആളുകളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്ക് സിനിജിയെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്നുണ്ട്. അപ്പം ഞാൻ 75 വയസ്സിൻ്റെ റൂള് കൊണ്ടുവരും. ആ റൂളിലേക്ക് ഞാൻ വരുമ്പോൾ ഞാൻ ആ റൂള് മൈൻഡ് ചെയ്യില്ല. അങ്ങനെ അതുപോലെ 2 തവണ മത്സരിച്ച് ഒരു 3-ാം തവണ മത്സരിക്കരുത് എന്ന് പറയും. അപ്പം നോക്കുമ്പോഴാണ് നമ്മുടെ സ്വന്തക്കാരൻ, അയാൾക്ക് വേണ്ടി ഒരു ഇളവ് കൊടുക്കും. ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഈ ഫോർമുലയിലൊന്നും കഥയൊന്നുമില്ല. അതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരാളെ ഒഴിവാക്കാൻ നേരത്ത് ഉണ്ടാക്കുന്ന താൽക്കാലികമായ ഫോർമുലയാണ്. അത് അടുത്ത ആൾക്ക് ബാധകമായിരിക്കില്ല. അത് അയാൾക്കും അറിയാം. അതുകൊണ്ടാണ് ഈ ഫോർമുലയൊക്കെ എല്ലാവരും ചോദ്യം ചെയ്യുന്നതും തോന്നിവാസം പോകുന്നത്. അപ്പോൾ കേരളത്തിൽ 2 സുധാകരന്മാരും വെള്ളാപ്പള്ളിയുമായിട്ട് വലിയ രീതിയിലുള്ള ചർച്ചയോ അടുപ്പമോ നടത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് പിണറായി വിജയന് നൽകുന്നത് തിരിച്ചടിയായിരിക്കും. തിരിച്ചടി ആകുമെന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കാണാം. കാരണം പിണറായിയും പൊളിറ്റിക്സ് അറിയാമല്ലോ. അതെ, അങ്ങേരും അതിന് കൗണ്ടർ ഇറക്കുമല്ലോ. അപ്പോൾ നോക്കാം നമുക്ക്. അല്ല, ഈ സുധാകരന്മാർക്ക് വേണ്ടിയിട്ട് വെള്ളാപ്പള്ളി അല്ലെ വെള്ളാപ്പള്ളിയുടെ അടുത്തേക്ക് സുധാകരന്മാരോ ചെല്ലുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ജി സുധാകരൻ പോയല്ലോ ഓൾറെഡി. കോൺഗ്രസ്സിലെ സുധാകരൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പോകാതെ തന്നെ കാര്യങ്ങൾ നേടാനാണ് പുള്ളിയുടെ സാധ്യത. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.